പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസും ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ജനക്കൂട്ടം അക്രമാസക്തമാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും വേണ്ടത്ര പോലീസിനെ വിന്യസിച്ചില്ല. 2 DCPമാരുണ്ടായിട്ടും IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സംഭവങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചില്ല. അക്രമാസക്തമായ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഇറക്കിവിടാൻ തീരുമാനിച്ചതിലും ഗുരുതര വീഴ്ചയുണ്ടായി. ജനക്കൂട്ടം ആക്രമിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഇഡി ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമിച്ചതുമില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടിൽ ഈ അക്രമങ്ങൾക്ക് ആസൂത്രിത സ്വഭാവമുണ്ടെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. പ്രാദേശിക CPM നേതാവ് IP ബിനു മൊട്ടയെറിഞ്ഞതടക്കം ഈ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നാണ് IB-യുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും പോലീസ് വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെന്നിത്തല വിശദീകരണം തേടിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയെയും ഇന്റലിജൻസ് മേധാവിയെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. DGP റവാഡ ചന്ദ്രശേഖറും ഇന്റലിജൻസ് മേധാവി P വിജയനും ഇന്നലെ നടന്ന സംഭവങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് വിശദീകരിച്ചു നൽകി. വിശദമായ അന്വേഷണം നടക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. പോലീസിന് വീഴ്ചയുണ്ടെങ്കിൽ അതും അന്വേഷിക്കും. നേരത്തെ സംഭവം സംസാരിച്ചിരുന്നു. കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നത്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ബലമായിട്ട്. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് ഉണ്ടായിരുന്നു. അതിന്റെ നമ്മൾ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും സുരക്ഷ ഒരുക്കുന്നതിൽ മാത്രമല്ല FIR ഇടുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് രാത്രിയിലാണ്. വൈകിട്ട് 5:30-ക്കുള്ളിൽ തന്നെ അക്രമികളായ 12 പേരെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഇവരുടെ പേരൊന്നും FIR-ലില്ല. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെന്ന് മാത്രമാണ് FIR-ലുള്ളത്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. അക്രമത്തിൽ പ്രാദേശിക നേതാക്കൾ പങ്കാളികളാകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ആ പേരുകളൊന്നും FIR-ലില്ല. ഇത് കേസിന്റെ തുടർ നടപടിയിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയാകാനുള്ള സാധ്യതയും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.